പുന്നാര മോനെ, 10 വർഷം സംഗീതം പഠിച്ചവനാടാ ഞാൻ. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. നിന്നെ നിന്റെ തന്തയും കാരണം കേന്ദ്ര സർക്കാർ ഈ ബസ് സ്റ്റോപ്പ് വരെ നിരോധിക്കാൻ പോവാണ്. ആയതിനാല എടാ കണ്ണ് കാണാത്തവനായിപ്പോയി. അല്ലേ നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി നിന്റെ കരളിയൻ ചവിട്ടി പറിച്ചനെ കേട്ടോ. എല്ലാം പറഞ്ഞല്ലേ. സാറിന്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം ശങ്കരാചാര്യ തുടങ്ങുന്ന ഗാനം ഹൈ പിച്ചിൽ ആലപിക്കുന്നു. ശങ്കര ഇപ്പൊ വീണനെ വേദവിഹായ പര ജീവേശ്വര ശങ്കര കടവന്ത്ര 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 കടവന്ത്ര. താങ്ക് യു. എന്താടാ ലല്ലു, നീ ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് വരാൻ. രാജഹംസം ഞാൻ ഒറ്റയ്ക്ക് പാടിക്കോട്ടേടാ. ആ പാടിക്കോ, എല്ലാം മേടിച്ചല്ല. ഇനിയിപ്പാ നേരെ ചായ കുടിക്കാൻ പോകട്ടാ. മുടി വെട്ടിക്കളട്ടാ. ഇവിടെ വെറുതെ വല്ല പൂവാണെന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞ എന്റെ മുഖത്തോളൂ. ഇറങ്ങിയപ്പോ പറഞ്ഞാണ് കൊടയെടുക്കാൻ. എങ്ങടാ പോണ്ട്? എടാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അമ്മമാര് ചില കാര്യങ്ങൾ പറയും. അതങ്ങോട്ട് കേട്ടേക്കണം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ്. അമ്മമാർക്കേ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കണ്ടില്ലല്ലോ, കണ്ണുണ്ട് പക്ഷെ അത് വർക്കൂല. ഇതൊരു ശല്യായല്ലോ. നീ ഒന്ന് അവിടെ ഇരിക്കോ, വെറുതെ മനസ്സിലായി ധർമ്മം മേടിച്ചാണ്. എടാ ബേക്കറിന്ന് തന്നെ ചായ കുടിച്ചാൽ മതി ഞാൻ പറഞ്ഞാണ്. അവിടെ ആകുമ്പോ ചിക്കൻ കബാബും പള്ളുരുത്തി ഷിയാബും ഒക്കെ ഉണ്ടായിരുന്നു. എടാ സമാവൽ അടിച്ച ചായയുടെ സുഖമൊന്നും ഒരു മെഷീൻ ചായക്കും കിട്ടും. കഷ്ടായിട്ട് മനുഷ്യനെ. ചേട്ടാ ഒരു തലച്ചായ കടി എന്താ ഉള്ളത്? നല്ല കണ്ട് പൊരിഞ്ഞ രതീഷ് എടുക്കട്ടെ. വേണ്ട, ചിത്രഗുപ്തൻ മതി. എന്നാന്ന്? ചിത്രഗുപ്തൻ പരിപ്പൂട. എന്റെ ദൈവമേ, അതിന്റെ പേര് മാറ്റിയാ ഞാൻ ഈ കളി നിർത്തി. ചേട്ടാ കൊല്ലപ്പോട്ടാ. മ്യൂസിക്കായിരുന്നു കടിച്ചു പൊട്ടിച്ചേ. എടാ ഇത് കാണല്ലടാ. എന്നാ തലച്ചായ, എന്നാ ചായ, എന്നാ ചിത്രഗുപ്തൻ, ഇതും എന്നാ തിന്നോ. ചേട്ടാ ആകാശവാണി കേട്ടാ, ചായക്കടക്ക് എന്നും അഴക് ആകാശവാണി. അതിനെന്റെ അച്ഛന്റെ പ്രായമുള്ളതാ. മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ. അല്ല നീ മാറ്റിക്കൂടാ. മാറ്റിയിരിക്കും. ആളുടെ അച്ഛനാണെങ്കിൽ നമുക്കെന്താണ്. മഴ, ചായ, ജോൺസൺ മാഷ്, അന്തസ്. കിണറ്റിൽ വെള്ളോ? എവിടെ പോണ്ട? ഒരു പണിയുണ്ട്. എടാ, ഞങ്ങളിന്ന് പാലായിലെ കുര്യച്ചന്റെ പെരതാമസത്തിന് പോയിരുന്നു. ഒരു കിടില നാനാക്കൊണ്ട വീടാ വെച്ചേക്കുന്നത്. പക്ഷെ അതിന്റെ ജാടയൊന്നുമില്ല അവർക്ക്. നല്ല ഫാമിലിയാ. മോളും അതെ, നല്ല അടക്കം ഒതുക്കുള്ള കുട്ടിയാ. കാണാനും കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നല്ല, നല്ല സുന്ദരി കുട്ടിയാ. ഒരു പൂച്ചക്കണ്ണി.
ഡോ കൊച്ചു കള്ള, നിനക്കപ്പോൾ ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ കല്യാണം ആലോചിക്കാൻ നിൽക്കണം. ഓ, സ്പാർക്കില്ലായിരിക്കും. ഇല്ലല്ലേ? എന്നാ വിട്ടുപിടി. ഭാഗ്യം വക്കീലുടങ്ങൂല്ലല്ലോ. ഡാ, നിന്നോട് ഞാനൊരു 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഈ കണ്ണിക്കണ്ട തട്ടുകടയിൽ നിങ്ങൾക്ക് ഒരു ഭക്ഷണം കഴിക്കരുത്. എടാ, ഈ അൺഹൈജീനിക് ആഹാരം വാങ്ങിച്ച് തിന്ന് നിന്ന് നിനക്ക് വല്ല ഫുഡ് പോയിസൺ അടിക്കും. അപ്പൊ ഈ ഫുഡ് പോയിസൺ ഒക്കെ അടിക്കുന്ന വലിയ വലിയ ഹോട്ടലിൽ നിന്നാണ്. ചെറിയ കടകൾ ചതിച്ച ചരിത്രമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്ന എന്തെങ്കിലും നീ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എടാ, നിന്റെയൊക്കെ പ്രായത്തിൽ കാരണവന്മാരുടെ മുന്നിൽ നേരെ നിന്ന് സംസാരിക്കാൻ പോലും പേടിയായിരുന്നു എനിക്കൊക്കെ. കേൾക്കുന്നുണ്ടോ നീ? ആ പോകട്ടെ, അമ്മ പോണം. ഡാ ലല്ലു, പാരീസ് ഹോട്ടലിൽ നിന്ന് മേടിച്ച അപ്പം ഫിഷ് മോളി ഉണ്ട്, കഴിച്ചിട്ട് പോടാ. വാ, ഹോട്ടലിൽ നിന്നുള്ള ഫിഷ് കറി ഞാൻ. അപ്പൊ ഓമന കുട്ടി. ആ അന്തസ്. തലേ ദിവസത്തെ മീൻകറിയുടെ സ്വാദ് ഏത് ഹോട്ടലിൽ ഫിഷ് മോളിക്ക് കിട്ടും? ചട്ടി പിടിക്കാൻ ലല്ലു വരുമെന്നേ തെനി ഇപ്പൊ പറഞ്ഞതേ ഉള്ളു. അതാ ഞാൻ പട്ടിക്ക് പോലും കൊടുക്കാതെ വെച്ചേച്ചത്. മോൻ കഴിക്കേ. അല്ല, നീ എന്താ ചെമ്മീൻ കൂട്ടാത്തെ? അതിനെ ഭയങ്കര എരിവാണ്. അയ്യോ, അതാ മുളക് പൊടിയുടെ കുത്തലാ. ഗോപിയുടെ കടയിൽ നിന്ന് മുളക് പൊടി മേടിച്ചാ ഇങ്ങനാ, ഫുൾ കെമിക്കലാന്നേ. അതാ ഭയങ്കര എരിവ്. അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്ന കറിയിൽ അങ്ങനെ എരിവ് ഉണ്ടാറുണ്ടോടാ ലല്ലു? ഉണ്ടാവാറുണ്ടോടാ ടെനി? എടല്ലു, അമ്മമാരെ കൊണ്ട് ചെയ്യാത്ത കൊലപാതക കുറ്റം വരെ സമ്മതിപ്പിക്ക. കറി ഉള്ളൂല്ലാന്ന് മാത്രം ജമ്മത്ത് സമ്മതിച്ചു തരൂലട്ടാ. നീ പോടാ. ഓ, ഇന്നത്തെ കളക്ഷൻ തീരെ മോശമായിരുന്നു കേട്ടോടാ. ഈ 5 രൂപ നോട്ടൊക്കെ ഏത് ദരിദ്രവാസി ഇട്ടതാണോ? അതെ, ഇവിടെ കിടപ്പുണ്ടല്ലോ. ആണോ? ആ, ഇത് ഇത്തിരി വലുതാ കേട്ടോ. രാജഹംസം ഏറ്റിട്ടുണ്ട് കേട്ടോടാ. എടാ ലല്ലുവേ, നാളെ എന്നെ ടൂറിസ്റ്റ് ബോട്ടിൽ പാടാൻ വിളിച്ചിട്ടുണ്ട്. നല്ല കാശും പൂത്ത ഫുഡും കിട്ടും. പൂത്ത ഫുഡാ? അല്ല, പൂത്ത കാശും നല്ല ഫുഡും. ബോട്ടെ പാടാൻ പോണത് റിസ്ക് ആണ്. കായലിനടുക്ക് വെച്ചങ്ങനെ പാട്ട് പൊളിഞ്ഞു പോയാ എങ്ങാട്ടിറങ്ങി ഓടും. അത് ശരിയാ. അന്ധനായി പോയില്ലേ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ കണ്ണോ ഇങ്ങനെയായി. ഇവനെങ്കിലും ഇച്ചിരി കാഴ്ച ഉണ്ടായിരുന്നല്ലേ എനിക്ക് ഈ പൊരിവെയിലത്ത് കിടന്ന് കഷ്ടപ്പെടണമായിരുന്നോ? നിങ്ങൾ ഈ സെന്റി അടിക്കല്ലേ. എന്റെ മോനെ കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ എന്താ, അവന് പാടാനുള്ള കഴിവ് കൊടുത്തില്ലേ ദൈവം? അതിലും ഭേദം കാഴ്ച കൊടുക്കണായിരുന്നു. അല്ല, അമ്മച്ചിക്കെങ്കിലും കാഴ്ചയുള്ള നന്നായി. അല്ലെങ്കിലേ ഈ വീട്ടിൽ അന്ധന്മാരെ മുട്ടിയിട്ട് നടക്കാൻ പറ്റില്ലായിരുന്നു. ഒന്ന് പോയടാ, അമ്മച്ചി കാഴ്ചയുള്ള ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടമാണ്. കാരണം അമ്മച്ചിക്ക് വേണ്ടി മാത്രം ഇവിടെ കറണ്ട് എടുക്കേണ്ടി വന്നില്ലേ? വട പോ. പിന്നെ ലല്ലുവേ, നിങ്ങളുടെ വീട്ടിലെ ആ ഗോപിയുടെ കടയിൽ നിന്ന് മുളക് പൊടി മേടിക്കല്ലേ, അത് മൊത്തം കെമിക്കലാടാ. ഇതുവരെ വിട്ടില്ലേ? അപ്പൊ അവനെ കുട്ടി എന്താന്ന്? ഓക്കെ, മോനെ സൂക്ഷിച്ചു പോണേടാ, ഇരുട്ടാന്നേ. പിന്നെ അല്ലെങ്കിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെ ഫുൾ ടൈം വെട്ടമുള്ള. എടാ, നിന്റെ പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ തലയും കുത്തി വീഴുമല്ലേ? പിടിച്ചേ, പിടിക്കടാപ്പ.